അരനൂറ്റാണ്ട് മുമ്പ് കഥകളി അഭ്യസിച്ച് ഒരുപാട് വേദികളിൽ പകർന്നാടിയ കഥകളി സംഘം വീണ്ടും ആട്ടവിളക്കിന് മുന്നിലെത്തി. പ്രായം നോക്കാതെ ഉന്മേഷത്തോടെ ആ അനുഗ്രഹീത കലാകാരന്മാർ വീണ്ടും ചുട്ടികുത്തി ഉടുത്തുകെട്ടി ആനന്ദ നൃത്തമാടി. കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. എഴുപതുകാരനും 75കാരിയും ഉൾപ്പെടെ പല പല പ്രായത്തിലുള്ള കലാകാരന്മാരും കലാകാരികളും ഈ കഥകളി സംഘത്തിലുണ്ട്. കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ് കഥകളിയാടി വേദികൾ കീഴടക്കി കയ്യടികൾ നേടിയ കലാകാരന്മാർക്ക് വീണ്ടും അരങ്ങിലെത്താൻ മോഹം. അതിനായി ഒടുവിലവർ പുതിയ ഗുരുനാഥനെ കണ്ടെത്തി. തുടങ്ങുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഒരു 2-3 കലാശങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ മടുത്ത് പിന്മാറുമെന്ന്. പക്ഷെ അവർ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഫയർ, ഒരു തീ ഇതിനെ വല്ലാണ്ട് എന്നെ വല്ലാണ്ട് മോഹിപ്പിച്ചു. ഗുരു ചന്തുപ്പണിക്കരുടെ അരുമ ശിഷ്യനായ ബേടകം ഗോവിന്ദ പണിക്കർ 60 വർഷം മുൻപ് പരിശീലിപ്പിച്ചവരാണ് ഇന്ന് വീണ്ടും വേദിയിൽ കേളികൊട്ടുയർത്തിയത്. 51 വർഷം മുമ്പ് സ്റ്റേജിൽ അവതരിപ്പിച്ച് പിന്നീട് തുടർച്ചയില്ലാതെ ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്ന ഒരു ഈ കലാരൂപത്തെ ആവിഷ്കരിച്ച് പുതിയ തലമുറയിലേക്ക് ആകർഷിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു സ്വപ്നം. അരങ്ങ് നാട്യസംഘം എന്ന കൂട്ടായ്മയാണ് വിദ്യാനഗർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ദൃശ്യവിരുന്നൊരുക്കിയത്. ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയ മുതൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ പ്രാക്ടീസിനും വന്നിട്ടും കൂടുമ്പോഴും 53 വർഷത്തിന് ശേഷം ആലോചിക്കണം. പിന്നെ മുദ്ര എല്ലാം ശരിക്കും മറന്നിട്ടൊന്നുമില്ല. അവർക്കൊപ്പം ഓരോ ചുവടിലും ശക്തമായ പിന്തുണയുമായി ഗാന്ധി രാമൻ നായർ ട്രസ്റ്റുമെത്തി. പഴയ കാലത്തെ ഈ കഥകളി ആർട്ടിസ്റ്റുകൾ നടന്മാരെല്ലാം ചേർന്നിട്ട് പുതുതായിട്ടൊന്ന് കളിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കതിനു വേണ്ടി പിന്നെ യോഗങ്ങൾ ചേരാനും ബാക്കി സൗകര്യങ്ങൾക്കൊക്കെ നമ്മുടെ ട്രസ്റ്റ് ഓഫീസ് വിട്ടുകൊടുത്തു. കല്യാണ സൗഗന്ധികം, ലവണാസുരവധം, കുചേലവൃത്തം, ദുര്യോധനവധം എന്നീ ആട്ടക്കഥകളിൽ നിന്നുള്ള കഥാസന്ദർഭങ്ങൾ വേദിയിലവർ നിറഞ്ഞാടി. കൈമുദ്രകളും കണ്ണുകളും കൊണ്ടുള്ള കലയുടെ ഈ കളിയാട്ടം ഇനിയും തുടർന്നു പോകണമെന്നാണ് ഇവിടെ ഇന്ന് തിങ്ങിക്കൂടിയ നാട്ടുകാരുടെ ആഗ്രഹം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഉമൈബാനുണ്ട്. സാരംഗിന്റെ റിപ്പോർട്ടാണ്. പക്ഷേ ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഉമൈബാനാണ് പ്രചോദിതമായിട്ട് ലൈവിലേക്ക് വന്നിരിക്കുന്നത്. ഉമൈബാൻ, ഇപ്പോൾ നമുക്കറിയാം ഏത് കലാരൂപമാണെങ്കിലും അതിൻ്റേതായ സമർപ്പണം ആവശ്യമുണ്ട്. കഥകളിക്ക് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് ചുട്ടികുത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സമയം വേണം. പിന്നെ അതിൻ്റെ മെയ്വഴക്കമാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മളാണെങ്കിലും എന്ത് ക്ഷീണം ഉണ്ടെങ്കിലും ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളങ്ങ് ചിരിച്ച് വാർത്ത അവതരിപ്പിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ കലാകാരന്മാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വേദിയിൽ പകർന്നാടുക എന്ന് പറയുന്നതിൽ അപ്പുറം ആനന്ദം വേറൊന്നുമില്ല. അവിടെ പ്രായമൊന്നും ഒരു തടസ്സമേ അല്ല അല്ലേ? ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്? അഞ്ജി, എനിക്ക് ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ ഇത് കഥകളി അല്ലെങ്കിൽ മറ്റേത് കലാരൂപം ആയിക്കോട്ടെ, അതിനപ്പുറത്തേക്ക് അവരുടെ പ്രായം അവരതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇപ്പോൾ 70 വയസ്സ് 75 വയസ്സ്, ഇപ്പോൾ പോട്ടെ, എൻ്റെ കാര്യം തന്നെ എടുക്കാം, 30 കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ പ്രായം കൂടാണല്ലോ, ഇനിതൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ ഈ റിപ്പോർട്ട് കാണുമ്പോഴാണ് ഇവരുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട് ശരിക്കും. അതായത് കലയെ അത്രമാത്രം സ്നേഹിച്ച ആളുകളാണ്. പ്രത്യേകിച്ചും കലയ്ക്ക് പ്രായമാകുന്നില്ല, അതുപോലെ കലാകാരന്മാർക്കും പ്രായമാകുന്നില്ല. ഇവർക്ക് വയസ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ അവശതകളുണ്ടാവും. പക്ഷേ അതെല്ലാം മറന്ന് ആ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ചികഞ്ഞെടുത്ത് അവർ വീണ്ടും മുഖത്തും ശരീരത്തിലൊക്കെ ചമയം വാരി തേച്ച് അവർ വീണ്ടും ആ പഴയ ആ കലയെ വീണ്ടും അവർ മുന്നിൽ എത്തിക്കുകയാണ്. അവരുടെ ആ പ്രായമൊന്നും പ്രശ്നമില്ലാന്ന് മാത്രമല്ല, അവരെ അത്രമേൽ അതിനെ സ്നേഹിച്ച് ഉൾക്കൊണ്ടാണ് അവരിതിലേക്ക് വന്നിരിക്കുന്നത്. 50 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 60 വർഷമായി അവർ പരിശീലിച്ചിട്ട് പോലും അത് ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ പറയുന്നത് അഞ്ജി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രായം എന്ന് പറയുന്നത് അത് ഒന്നിനൊരു തടസ്സമല്ല. നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പോകുക തന്നെ വേണം എന്നാണ് ഇവരൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രത്യേകിച്ച് നമുക്ക് പ്രായമാകുമ്പോൾ ഈ വാർദ്ധക്യമാണ് കേട്ടോ ഏറ്റവും നല്ല പ്രായം എന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലേക്ക് ഈ പഴയകാല ഓർമ്മകളൊക്കെ ഓടി വരുന്നതും അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നത്. ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്കൊരു പഴയ കാല പാട്ട് കേട്ടാൽ തന്നെ നമ്മൾ പണ്ട് ആ സമയത്ത് ഇപ്പോൾ 8 പഠിക്കുമ്പോഴോ
അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലോ അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴുള്ള ആ കാലം നമുക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെയാണ് പ്രായം കൂടുന്തോറും നമ്മളുടെ ചിന്തകളും കൂടുതൽ മനോഹരമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കേട്ടോ ഇത്. കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ 50 വർഷം നൂറ്റാണ്ടായി എന്ന് പോലും ഓർക്കാതെ അവർ വീണ്ടും അരങ്ങത്തേക്ക് വന്നത്. അതിന് നമ്മൾ നിറഞ്ഞ കയ്യടി കൊടുക്കണം. അവർ ഇനിയും വേദികളിൽ എത്തട്ടെ എന്നുള്ള ആശംസയാണ് എനിക്ക് നൽകാനുള്ളത്.